കുറുവങ്ങാട് മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ 5 ദിവസം നീണ്ട ഉത്സവത്തിന്റെ സമാപനമായിരുന്നു ഇന്നലെ. 2 വരവുകൾ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ക്ഷേത്രമുറ്റത്ത് തിടമ്പേറ്റി ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനകളായ പീതാംബരനും ഗോകുലും വരവെത്തുന്നതിനിടെ പടക്കം പൊട്ടിച്ചു. ക്ഷേത്രത്തിൽ നിന്ന് കുറഞ്ഞത് 40 മീറ്റർ അകലെ തിടമ്പുമായി മുന്നിലേക്ക് കയറിയ ഗോകുലിനെ പീതാംബരൻ കുത്തുകയായിരുന്നു. ആഘാതത്തിൽ ഒരാന ക്ഷേത്ര ഓഫീസ് കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി. കെട്ടിടം തകർന്നു. ഉത്സവം കാണാൻ കൂട്ടമായി നിന്നവരുടെ ദേഹത്തേക്കാണ് കെട്ടിട ഭാഗങ്ങൾ വീണത്. ജീവഭയത്തിൽ ഓടിയവർ നിലത്തെ വീണു. ആനകളെ പെട്ടെന്ന് തളച്ചു. വേഗത്തിൽ രക്ഷാപ്രവർത്തനം. പരിക്കേറ്റവരെ ആദ്യം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്കാണ് എത്തിച്ചത്. ഗുരുതരമായി പരിക്കേറ്റവരെ ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കുറുവങ്ങാട് സ്വദേശികളായ ലീലയും അമ്മുക്കുട്ടിയമ്മയും മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുൻപ് തന്നെ മരിച്ചു. 68-കാരൻ രാജൻ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. ഒരു സെക്കൻഡോട് എല്ലാം സംഭവിച്ചിട്ടുണ്ട്. ആന തിരിഞ്ഞ് വന്ന് ബാക്കിലെ ദേവസ്വം ബോർഡ് ഓഫീസ് കുത്തിയിടിച്ച് അതുപോലെ തിക്കിലും തിരക്കിലും വീണുപോയി. പിന്നെ കെട്ടിടത്തിൻ്റെ അവശിഷ്ടമൊക്കെ അവരുടെ നേരത്ത് വീണു. 11 പേരിൽ 2 പേര് കുറച്ച് ഇഞ്ചുറി ഉണ്ട്. അവർ വേണ്ട രീതിയിൽ തന്നെ റെഡ് ഏരിയയിൽ മാറ്റി വേണ്ട രീതിയിലല്ല ചികിത്സയും കൊടുക്കുന്നില്ല. മറ്റുള്ള 9 പേരെയും പ്രത്യേകം തന്നെ മാറ്റി അവർക്കുള്ള ചികിത്സകൾ ചെയ്തു വരുന്നുണ്ട്. നിസാര പരിക്കുകളുള്ളവർ ചികിത്സയ്ക്ക് ശേഷം വീടുകളിലേക്ക് മടങ്ങി. ഈ 2 ആനയുടെ ഒരു വലിയൊരു സമ്മർദ്ദം ഈ ബിൽഡിങ്ങിൻ്റെ ഭാഗത്തേക്ക് വരികയുണ്ടായത്. അപ്പോൾ ഈ വലിയൊരു സമ്മർദ്ദം വരികയും ഇപ്പോൾ ആളുകൾ പരിഭ്രാന്തരായി ഓടാൻ തുടങ്ങി. അങ്ങനെ ഈ ബിൽഡിങ് മറിഞ്ഞു വീഴാനുണ്ടായത്. ആ ബിൽഡിങ് പലരെയും മേലെ വെക്കുന്നു. പിന്നെ ഭഗവതിൻ്റെ തടംപേറ്റിയ പ്രതിമ നമ്പൂരിയായിരുന്നു. പിന്നെ വേട്ടയ്ക്കൊരുമകൻ്റെ ഇടവല്യം. അവർ രണ്ടുപേരും പിന്നെ അതിൻ്റെ ഉള്ളിൽ 2 ആനയുടെ ഉള്ളിൽ ശരിക്കും പെട്ടുപോയി. അവർ രണ്ടുപേരും എന്തോ പിന്നെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെ അവർ. അതിനുശേഷം 2 ആനയും അവർ രക്ഷപ്പെടുക എന്നുള്ള ഉദ്ദേശമായിരുന്നു. 2 ആളും തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ 2 ആൾ പുറത്തേക്ക് ഓടിപ്പോയി. അപകടത്തിൽ വനം മന്ത്രി അടിയന്തര റിപ്പോർട്ട് തേടി. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി ഉദ്യോഗസ്ഥരും രാത്രിയിൽ തന്നെ ക്ഷേത്രത്തിൽ പരിശോധന നടത്തി. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.